മഗധയുടെ തലസ്ഥാനമായ പാടലിപുത്രം ചന്ദ്രഗുപ്ത മൗര്യനും ചാണക്യനും ചേർന്ന് നടത്തിയിട്ടുള്ള ആദ്യ ആക്രമണത്തിൽ പരാജയമായിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥയുണ്ട്. ഈ പരാജയപ്പെട്ട സമയത്ത് അവർക്ക് തലസ്ഥാന നഗരിയിൽ ഒളിവിൽ പോകേണ്ടി വന്നു താൽക്കാലം കുറച്ച് ദിവസത്തേക്ക്. അങ്ങനെ ഒളിവിൽ കഴിയുമ്പോൾ ഒരു വീടരികിൽ നിന്ന് ഒരു കുട്ടിയോട് അമ്മ പറയുന്നു, ആദ്യമായി തന്നെ തലസ്ഥാനം ആക്രമിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ ഇതുപോലുള്ള വിഡ്ഢിത്തം നീ ചെയ്യല്ലേ എന്ന്. അപ്പൊ എന്താണ് ചെയ്യല്ലേ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി ചൂടുള്ള ചോറ് പാത്രത്തിൽ കൈയിട്ട് വാരി ചോറെടുക്കുകയായിരുന്നു. കൈ പൊള്ളി നിലവിളിക്കുകയായിരുന്നു കുട്ടി. ആ നിലവിളിച്ച കുട്ടിയോടാണ് അമ്മ പറയുന്നത്, ആദ്യം തന്നെ തലസ്ഥാനം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ്റെതുപോലുള്ള വിഡ്ഢിത്തം ചെയ്യല്ലേ. അല്പാൽപമായി അരികുകൾ ചൂടില്ലാത്ത ഭാഗത്തു നിന്ന് എടുത്തെടുത്ത് കഴിക്കുമെന്ന്. അപ്പോഴാണ് ചാണക്യൻക്ക് ഒരു കാര്യം മനസ്സിലായത്. നിറയെ സൈന്യവും അതേപോലെ വമ്പിച്ച കോട്ടകളും എല്ലാ സംവിധാനങ്ങളുമുള്ള തലസ്ഥാനം ആദ്യമായി ആക്രമിച്ചതാണ് തങ്ങൾക്ക് പറ്റിയിട്ടുള്ള വിഡ്ഢിത്തം. അതുകൊണ്ട് കൊച്ചു കൊച്ചു പ്രദേശങ്ങൾ പിടിച്ചടക്കി അവസാനത്തേക്ക് മാത്രം തലസ്ഥാനം ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന ചാണക്യന്റെ ഉപദേശത്തിലാണ് പിന്നീട് നന്ദരാജാക്കന്മാരെ പരാജയപ്പെടുത്തി ചന്ദ്രഗുപ്ത മൗര്യൻ മഗധ പിടിച്ചടക്കുന്നത്. ഇത് ബിസിനസ്സിലും നമുക്ക് ഏറ്റെടുക്കാവുന്ന, നമുക്ക് പാലിക്കാവുന്ന, നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു തത്വമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ വലിയ റിസ്കുകൾ ഏറ്റെടുത്ത് വലിയ സംഗതികൾ ചെയ്ത് ഒടുവിൽ ഒരുപക്ഷെ വലിയ പരാജയങ്ങളോ അല്ലെങ്കിൽ ചെറിയ പരാജയങ്ങളോ ഉണ്ടായാൽ മാനസികമായി നമ്മൾ നിരാശരായി പോകും. അപ്പോൾ ചെറിയ ചെറിയ വിജയങ്ങൾ, ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് ചെറിയ വിജയങ്ങൾ ഉണ്ടാകുന്നു. ആ വിജയങ്ങളിലൂടെ സമ്പത്തിന്റെ മൾട്ടിപ്പിൾ തിയറിയിലൂടെ സമ്പത്ത് നേടാൻ ആഗ്രഹിക്കുകയും അതിലൂടെ ഒരു വലിയ ഗോള് സെറ്റ് ചെയ്യുകയും ആ ഗോൾ നേടാൻ കാലങ്ങൾ കൊണ്ടിട്ട് ആവുകയും എന്നിട്ട് വിജയം കരസ്ഥമാക്കുകയും ചെയ്യുക എന്നതാണ് ബിസിനസിന്റെ അടിസ്ഥാന തത്വം തന്നെ.